വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു കുഴപ്പം, ഷാഫിയാണ്. അതിൻ്റെ പേര് വെച്ച് ഇവിടെ CPM-ഉം അവരോടൊപ്പം നിൽക്കുന്നവരും നടത്തിയ പേക്കൂത്തുകൾ. കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഇതുപോലുള്ള പേരുള്ള ആളുകൾ മത്സരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളിൽ UDF നടത്തിയിട്ടുണ്ടോ? ആലപ്പുഴയിൽ ആരിഫാണ് മത്സരിച്ചത്. അവിടെ UDF-ന്റെ പ്രവർത്തകർ ആ പേര് വെച്ചുകൊണ്ട് വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചോ? കേരളത്തിലെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ, കോഴിക്കോട്, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ തൊട്ട മണ്ഡല, അവിടെ ഇടതുപക്ഷ മുന്നണി ആദ്യം പോസ്റ്റർ അടിച്ചത് കരീം ക എന്ന് പറഞ്ഞിട്ടാണ്. കരീം ക, വലിയ പോസ്റ്റർ ആദ്യം ഇറങ്ങിയത് കരീം ഖാനെ വിജയിപ്പിക്കുക. എന്തിനു വേണ്ടിയായിരുന്നു ആ പോസ്റ്റർ എന്ന് അത് അടിച്ചവർക്കും അറിഞ്ഞൂടാ, കണ്ടവർക്കും അറിഞ്ഞൂടാ, ഇപ്പോഴും അറിഞ്ഞൂടാ. പിന്നീട് അത് അബദ്ധം തോന്നിയപ്പോൾ മാറ്റി. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ, ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പിനിടയിൽ ഇതുപോലുള്ള ലൊട്ടിലൊടക്ക് പരിപാടികൾ അത് എപ്പോഴാണ് എടുക്കേണ്ടി വരിക? ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല അവസരമല്ല അവർക്കുണ്ടായിരുന്നത്. 7 കൊല്ലം കേരളം ഭരിക്കുന്നു തുടർച്ചയായിട്ട്. 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത വലിയ നേട്ടങ്ങൾ നിരവധി ഉണ്ടല്ലോ. കേരളയിലൊക്കെ ചീറിപ്പാഞ്ഞ് നടക്കല്ലേ ഇവിടെ? എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കേരളത്തിന്. ആ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് വോട്ട് ചോദിച്ച പോരെ? സത്യത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചെയ്യേണ്ടത് തങ്ങളുടെ ഭരണകാലത്ത് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളാണ്, സംസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുത്ത വികസനങ്ങളാണ്. ഇത് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിന് പകരം അവിടെ കരീം ക എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു, ഇവിടെ ഷാഫി എന്ന് പറഞ്ഞ് വോട്ട് ഇല്ലാതാക്കുന്നു. ഈ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത്രത്തോളം മതപതനം AKGയുടെ പാർട്ടിക്ക്, കൃഷ്ണപിള്ളയുടെ പാർട്ടിക്ക് എങ്ങനെ വന്നെത്തിച്ചേർന്നു എന്നതിനെ കുറിച്ച് സഖാക്കളാണ് ആലോചിക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അബദ്ധവശാൽ ഇപ്പോഴും നിന്നു പോകുന്ന ആളുകൾ ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ടായ ഈ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിക്കണ്ടേ. എങ്ങനെ ഈ പാർട്ടി പരുവത്തിലെത്തി? പണ്ട് കാലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം ജാതീയമായ, മതപരമായ, വർഗീയമായ, വിഭാഗീയമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈ പുതിയ കാലഘട്ടം വന്നതിന് ശേഷമല്ലാതെ. എന്തുകൊണ്ടാണ് കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി? അത് അവരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം. അതിന് ആശയോ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ ഒന്നുമല്ല പ്രശ്നം, വോട്ട് മതി. ആ വോട്ടിന് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കഴിഞ്ഞ തവണ 1 സീറ്റാണ് കിട്ടിയത്. 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് രാഹുൽജിയും, 3 ലക്ഷത്തോളം വോട്ടിന് ബഷീർ സാഹിബും, 2 ലക്ഷത്തോളം വോട്ടിന് 3 ലക്ഷത്തോളം വോട്ടിന് സമദാനി സാഹിബും, 2 ലക്ഷം വോട്ടിന് ബഷീർ സാഹിബും ഒക്കെ ജയിച്ചു പോയപ്പോൾ ഒരു 3000 വോട്ടിന് ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി അബദ്ധവശാൽ. ആ ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ വൃത്തികേടുകളും ഒരുമിച്ച് പ്രയോഗിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട കൊല്ലത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ കാപ്പി കഴിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ BJP-കാരനാക്കിക്കൊണ്ടാണ് അവിടെ പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. ഇവിടെ
LDF കൺവീനറുടെ പ്രകാശ് ജാവ്ദേക്കർ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് അദ്ദേഹത്തെ 3 തവണ സന്ദർശിച്ചു എന്നാണ് പറഞ്ഞു. അദ്ദേഹം ചോദിക്കാതെയും പറയാതെയും കയറി വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, അദ്ദേഹം അനുമതി ചോദിച്ചിട്ടില്ല, അദ്ദേഹം കയറി വന്നു എന്നാണ് പറഞ്ഞത്. ഇതാരാ വിശ്വസിക്കുക? പ്രകാശ് ജാവ്ദേക്കറെ പോലെ പ്രഗത്ഭനായ ദേശീയ സാഹചര്യമുള്ള ഒരു നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണാൻ ചോദിക്കാതെ പറയാതെ അറിയാതെ കടന്നു വന്നു. അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കടന്നു വന്ന സന്ദർഭങ്ങളിലൊക്കെ ഇടതുമുന്നണിയുടെ കേരള കൺവീനർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതും സ്വാഭാവികമായി വന്നതായിരിക്കാം ഞങ്ങൾ വിശ്വസിക്കാം. ഇതെന്തിനാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയും BJPയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇടനിലക്കാരനായി ദല്ലാളായി പ്രവർത്തിച്ചയാൾ വ്യക്തമായി പ്രസ്താവന ഇറക്കിയതാണ്. ഒരു കൂട്ടർ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറയുന്നു. അവർക്ക് എത്ര പറയാൻ കഴിയും? ഇത് രണ്ടും ഒന്നാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി യോജിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ പലതും വരും പോകും. നമുക്ക് കേരളീയർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇവിടെ ജീവിക്കണ്ടേ? പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഈ കേരളം നിലനിൽക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കൊടിയുടെ പേരിൽ മനുഷ്യർ പരസ്പരം കണ്ടുകൂടാത്തവരായി മാറി വർഗീയതയും സ്പർദ്ധയും വിദ്വേഷവും പ്രചരിപ്പിച്ച് ആളുകളെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഈ നിലപാടുകളൊന്ന് അവസാനിപ്പിച്ചുകൂടെ? വോട്ട് കിട്ടാൻ നിങ്ങളുടെ ആശയം പറഞ്ഞുകൂടെ? നിങ്ങളുടെ ആദർശം പറഞ്ഞുകൂടെ? ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൂടെ? നമ്മുടെ ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം വൃത്തികെട്ട നിലപാടിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഒളിച്ചോട്ടം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതും ഏത് ഘട്ടത്തിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രം ഇനി കാണാൻ കഴിയുമോ എന്ന് ഭീതിപ്പെട്ട് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അതുപോലുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനും ഭീതിപ്പെട്ട് ഓടി നടക്കുന്ന, എവിടെ നിന്നെങ്കിലും ഒരു വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കിട്ടിയാൽ ആ ചിഹ്നം നിലനിർത്താമല്ലോ എന്ന് പാടുപെട്ട് നടക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരെ ലീഗുകാരനായ ഹംസക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടുത്തത്. അതിൽ വീഴുന്ന വോട്ട് അവരുടെ കണക്കിൽ വന്ന് ഇതെങ്ങനെയെങ്കിലും നിലനിർത്തി കിട്ടണം. അതിനുവേണ്ടി കൊണ്ടുപിടിച്ച് സാധാരണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും പണിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയിലാണ്. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോകുന്ന പണിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ എവിടെയും എടുത്തു കാണിക്കാവുന്ന ഒരു അധികാരിയാണ് മുഖ്യമന്ത്രി. ഏക മുഖ്യമന്ത്രിയാണ്. അവർ ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്. CPM ഉള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രതീക്ഷിച്ച് 4 വോട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചൂടെ? പശ്ചിമ ബംഗാളിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. ത്രിപുരയിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. പ്രകാശ് കാരാട്ടിൻ്റെ ഒരു ലേഖനം, ഒരു പ്രസംഗം, ത്രിപുരയിലെ ഒരു പ്രസംഗം മിനിഞ്ഞാന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പ്രസംഗം? ഞാൻ കുറേ വായിച്ചിട്ടത് രമേശ് ചെന്നിത്തലയോ VD സതീശനോ ചെയ്താൽ തോന്നിപ്പോയി. അത്രത്തോളം ഗംഭീരമായ പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചാലേ, കോൺഗ്രസ് ജയിച്ചാലേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെങ്കിൽ രാഹുൽജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരുമല്ല പറഞ്ഞത്, RMP അല്ല പറഞ്ഞത്, പ്രകാശ് കാരാട്ടാണ്. വൃന്ദ കാരാട്ടിൻ്റെ ഭർത്താവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുൻ സെക്രട്ടറി. അങ്ങനെ ത്രിപുരയിൽ പ്രകാശ് കാരാട്ടും യെച്ചൂരിയൊക്കെ മത്സരിച്ച് കോൺഗ്രസിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ കേരളത്തിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് സഖാക്കൾക്ക് വോട്ട് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഒന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കൂടെ?
യെച്ചൂരി പറഞ്ഞിട്ട് കേൾക്കാതെയാണോ പിണറായി പോയത് എന്ന് പറയേണ്ട ബാധ്യത യെച്ചൂരിക്കാണ്. എന്തുകൊണ്ട് നാട് വിട്ടു? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാജ്യം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതും ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരിക പാർട്ടി സെക്രട്ടറി. ദൈവത്തോടാണ് AK ബാലൻ മുഖ്യമന്ത്രിയെ ഉപമിച്ചത്. ദൈവം പോലും ലോകം സൃഷ്ടിക്കാൻ 6 ദിവസം അധ്വാനിച്ചിട്ട് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അതുപോലെ സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസം ലോകത്തുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു 55-60 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ പോയിക്കൂട്ടെ. ഇതാണ് ബാലന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. ദൈവം പോലും വിശ്രമിച്ച സ്ഥിതിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊന്ന് വിശ്രമിച്ചൂടെ? അദ്ദേഹം സ്ഥിരമായിട്ട് വിശ്രമിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്നത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വിശ്രമം. ഈ വിശ്രമം ജൂൺ 4 കഴിഞ്ഞിട്ടായ വല്ല കുഴപ്പമുണ്ടോ? ഒരാഴ്ച വിശ്രമം ഒന്ന് മാറ്റിവെച്ചാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന് അനുകൂലമായി പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഒരുപക്ഷെ CPM നേതാക്കന്മാർക്ക് തോന്നിക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ത്രിപുരയിലും ബംഗാളിലും പ്രദർശിപ്പിച്ചാൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന ആ പ്രദേശത്ത് ആ സഖ്യം പോലും പൊട്ടിപ്പിളർന്ന് ഉള്ള വോട്ടും ഇല്ലാതാവോ എന്ന് പേടിയാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇയാളെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമോ എന്ന ഭീതി CPM അഖിലേന്ത്യാ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ടാകാം. ഏതായിരുന്നാലും അദ്ദേഹം പോയത് ഒരർത്ഥത്തിൽ നന്നായി. ഈ ദുരന്തത്തിന് അദ്ദേഹം കൂടി കാരണക്കാരനായിരുന്നു എന്ന് വരുത്തണ്ടല്ലോ. ഏതായിരുന്നാലും ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതുപോലുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയത് ഒരൊറ്റ കാര്യത്തിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയും, വിവിധ പാർട്ടികൾ തമ്മിൽ അവരവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് പരസ്പരം പോരടിക്കും, ആശയപരമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് സ്ഥിരമായി നിലനിർത്തി മനുഷ്യർ തമ്മിൽ സ്പർദ്ധയുണ്ടായി ഇനി എപ്പോഴോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിദ്വേഷം വളർത്താനുള്ള ശ്രമം അത് അപകടകരമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അത് ചെയ്യരുത്. നമ്മുടെ നാടുണ്ടാകണം, നമ്മുടെ സൗഹാർദ്ദം നിലനിൽക്കണം. നമ്മൾ പരസ്പരം, ഏത് പാർട്ടിക്കാരനാണെങ്കിലും മനുഷ്യൻ പരസ്പരം സഹോദരരാണ് എന്ന ചിന്തയിലൂടെ പോകണം. നിങ്ങളെപ്പോലെ ബോംബുണ്ടാക്കി, ഇതുപോലെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി, ഫേക്ക് സോഷ്യൽ മീഡിയ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും നിലനിർത്തണം. ഞങ്ങളിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നിങ്ങൾ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിപ്പിടിക്കാൻ കഴിയുമോ എന്നതാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രമായിട്ട് നിന്നോ, കുഴപ്പമില്ല, അതിന് വോട്ട് ചോദിച്ചോ. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യരെ ശത്രുക്കളാക്കുന്ന, മനുഷ്യരെ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ജീവിതത്തിൽ സമാധാന ഭംഗമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലെങ്കിലും അതൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നുകയും ഇനി അത്തരം ശ്രമങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും ജൂൺ 4 കഴിഞ്ഞാൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ സ്വയം വരും എന്നത് ഉറപ്പാണ്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും രാജ്യത്തെ നടപ്പാക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്ന ഒരു ദിവസം കൂടിയാണ് ജൂൺ 4. പക്ഷേ നിങ്ങളുടെ മനസ്സുകൂടി ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സുകൂടി. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇപ്പം ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കാസിമിൻ്റെ പേരിൽ ഫേക്ക് വരികയാണ്, സാമൂഹ്യ മാധ്യമത്തിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് വരുന്നത്. ധൈര്യസമേതം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നില്ല. പരിശോധിച്ചോ? സുദീർഘമായ മണിക്കൂറുകൾ പോലീസ് എല്ലാ കഴിവുകളും ഉപയോഗിച്ച്, നമ്മുടെ സൈബർ വിങ് വളരെ പ്രശസ്തമാണ്,
എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നല്ല. അത് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഏത് ഫോണിൽ നിന്നാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനില്ലേ? അതെന്താ ചെയ്യാത്തത്? ഞങ്ങൾ പറയുന്ന അതാണ്. ഏത് ഫോണിൽ നിന്ന് ഇത് പുറത്തു വന്നു? ഏത് ഗ്രൂപ്പിലൂടെ ഇത് പ്രചരിപ്പിച്ചു? അതിൽ MLA ഉണ്ടോ, മുൻ MLA ഉണ്ടോ, MLA-യുടെ ഭാര്യയുണ്ടോ, സെക്രട്ടറിയുടെ പെങ്ങളുണ്ടോ എന്നൊന്നുമല്ല പ്രശ്നം. ഏത് ഫോണിലൂടെ, ഏത് മീഡിയയിലൂടെ ഇത് പുറത്തു വന്നു? വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ പോലീസിലെ സൈബർ വിങ്ങിന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. എന്താ കണ്ടുപിടിക്കാത്തത്? എന്താ കണ്ടുപിടിക്കാത്തത്? അതുകൊണ്ട് ഞങ്ങൾ ഫോൺ കൊടുത്ത് നോക്കാൻ പറയുക മാത്രമല്ല ചെയ്തത്. കേസ് കൊടുത്തു, പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, SP ഓഫീസ് മാർച്ച് നടത്തി. ഇനി നിയമപരമായി നേരിടാനും പോവുകയാണ്. അത് കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഈ കൃത്രിമങ്ങൾ മുഴുവനും നിങ്ങളെ തേടി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കൊണ്ടു. കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾ മാറ്റിച്ചു മാറ്റി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് അവരുണ്ടാക്കിയത് തന്നെയാണ്. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് അതിനെ വഞ്ചിച്ചു. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് ആദ്യത്തെ യോഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തു. സ്വാഗതം പറയാൻ മുന്നിൽ നിന്നു. പത്രസമ്മേളനം നടക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചു. ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എല്ലാവരും തിരക്കി യെച്ചൂരി മുന്നിലേക്ക് ചാടി കയറി എന്നൊക്കെ ചെയ്തു. പക്ഷെ ഏകോപന സമിതി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങളില്ല. അപ്പൊ ആദ്യം മുതലേ ഇതിൽ കൃത്രിമ, നേർക്ക് നേരെയല്ല, സത്യസന്ധമല്ല എന്നത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ഉത്ബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രത്തോളം അവഹേളിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ജയിക്കാനും തോൽക്കാനും ഉണ്ട്. ഇത് തോൽവിയല്ല, സ്വയം വരുത്തി വെച്ച വിനകളാണ്. പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് നേതാക്കന്മാർ എത്തിയതിൻ്റെ ഫലമാണ് മാർക്സിസ്റ്റ് പാർട്ടിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചെയ്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുക. അതിന് ജനങ്ങളെ കരുക്കളാക്കരുത്, മനുഷ്യരെ പരസ്പരം വൈരികളാക്കരുത്, അവരെ പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകരുത്. ജാതിയും മതവും ഒക്കെ ഉത്തരേന്ത്യയിൽ BJP പ്രചരിപ്പിക്കുന്നത്, ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ആ ഉത്തരവാദിത്വം കേരളത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തരുത്.